بسم الله الحمد لله وحده، الصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ആഹ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മേലായ റഹ്മാനായ റബ്ബിന്റെ വലിയ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ നമ്മളിന്ന് 5-ാമത്തെ റമദാനിലാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ 5-ാമത്തെ നോമ്പിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റർ ഒന്നും കൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യോ, റെക്കോർഡ് ചെയ്യോ ഇൻഷാ അല്ലാ. ജസാക്കുമുല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളിന്ന് 5-ാമത്തെ റമദാനിലാണുള്ളത്. ആദ്യം തന്നെ ഓരോരുത്തരോടായിക്കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും ഈ 4 നോമ്പിലായിക്കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ആരൊക്കെയാണ് ആ ആത്മാർത്ഥമായി നിങ്ങൾ ഈ 4 പ്രാർത്ഥനകൾ പഠിച്ചിട്ടുള്ളത്? 5-ാമത് ഈ ഒരു പ്രാർത്ഥന അല്ലാത്ത നമ്മൾ മുന്നേ പഠിച്ചതായിരുന്ന 4 പ്രാർത്ഥനകളുണ്ട്. അതാരൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഈ 4 പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കി എന്ന് പറയുന്നവരാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത്. എങ്ങനെയായാലും ഉപകാരപ്പെടുത്തി തരട്ടെ. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ആ പ്രാർത്ഥന പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളിടത്തു നിന്നാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. വളരെ ലളിതമായിട്ടുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള
ഇമാം സുനനു നസായി റിപ്പോർട്ട് ചെയ്യുന്നതായി വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മുൻപിലുള്ളത്. വളരെ ലളിതമാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഈ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ 4 പ്രാർത്ഥനകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റും, വലിയ പ്രാർത്ഥനയാണല്ലോ, നല്ല കനപ്പെട്ട വാക്കുകളാണല്ലോ എന്നുള്ളതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്നത്തെ നമ്മളെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു തൗഫീഖ് ഉണ്ട്. ഈ പ്രാർത്ഥന എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? അല്ലാഹുമ്മ ഇൻഫഅനി ബിമാ അല്ലംതനി. അല്ലാഹുവേ ഇൻഫഅനി, എനിക്ക് ഉപകാരം ചെയ്തു തരണേ. ബിമാ അല്ലംതനി, അല്ലാഹുവേ നീ എന്നെ എന്താണോ പഠിപ്പിച്ചത് അതിനെ കൊണ്ട് എനിക്ക് ഉപകാരം നൽകണമേ എന്നാണ് ആദ്യത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 4 ദിവസം പഠിച്ച പ്രാർത്ഥനകളും നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ അള്ളാഹുവിനോട് ആ 4 പ്രാർത്ഥനകളും നമുക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിച്ചിരുന്നോ ചോദിച്ചിട്ടില്ലയോ എന്നുള്ളതാണ്. ഇവിടെ ചിലർക്ക് മാത്രം അത് ഹിഫ്ലാക്കാനുള്ള തൗഫീഖ് കിട്ടിയെങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വളരെ ലളിതാണ് അല്ലെ. വഅല്ലിംനി മാ യൻഫഉനി. അതുപോലെ തന്നെ രണ്ടാമത് അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവെ എനിക്ക് ഉപകാരപ്രദമായത് എന്തൊക്കെയാണോ അതൊക്കെയും നീ എന്നെ പഠിപ്പിച്ച് നൽകണമേ, അതൊക്കെയും എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്താണ് ചോദിക്കുന്നത്? വർസുഖ്നി, എനിക്ക് റിസ്ഖായി നൽകണേ. ഇന്നലെ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ഇത് എന്താണ് വർസുഖ്നി എന്നുള്ളതിനർത്ഥം അല്ലെ. അല്ലാഹുമ്മ ഹ്ദിനി വർഹംനി വആഫിനി വർസുഖ്നി എന്നുള്ള 4 കാര്യങ്ങൾ ഇന്നലെ അള്ളാഹുവിനോട് എണ്ണി ചോദിക്കുന്ന സമയത്ത് എന്താണ് റിസ്ഖ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? വർസുഖ്നി, എനിക്ക് പ്രധാനം നൽകണേ, എനിക്ക് ഏറ്റവും മുഖ്യമായിക്കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ട് നൽകണമേ. എന്താണ് നൽകേണ്ടത്? ഇൽമൻ തൻഫഉനി ബിഹി, അറിവ് നൽകണം. എന്താണ്? എനിക്ക് അതിനെ കൊണ്ട് ഉപകാരം ചെയ്തെടുക്കാൻ പറ്റണം. എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, എനിക്ക് ഉപകാരം എടുക്കാൻ പറ്റുന്നതായിക്കൊണ്ടുള്ള ഇൽമുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും റബ്ബേ നീ എനിക്ക് നൽകണേ എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മളെ പ്രാർത്ഥന തീർന്നു. പക്ഷെ ഇതിന്റെ വെളിച്ചത്തില് കുറച്ച് കാര്യങ്ങള് വളരെ ചുരുങ്ങിയ രൂപത്തില് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തണം. ഒന്നാമത്തെ വിഷയം, നമ്മുടെ 5ാമത്തെ റമദാനിലെത്തി. ഒരുപാട് ക്ലാസ്സുകളായിക്കോട്ടെ, ഒരുപാട് ഫായിദകളായിക്കോട്ടെ, ഒരുപാട് പലതരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ഈ ഒരു 5 ദിവസങ്ങളിലായിക്കൊണ്ട് നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ സിയാമില്, നമ്മുടെ സ്വലാത്തില്, നമ്മളെ ഖിറാഅത്തില്, നമ്മളെ ഖിയാമില്, അതുപോലെ തന്നെ നമ്മുടെ സബർ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലേ. റമദാൻ സൗമിന് പ്രത്യേകിച്ച് വളരെയധികം വേണ്ടുന്ന വിഷയമാണ്. ഏതൊരു സന്ദർഭത്തിലായിക്കോട്ടെ ഒരു മുഅ്മിന് വേണ്ടുന്ന വിഷയമാണ് സബർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബറിന്റെ വിഷയത്തില് ഇവിടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സബർ നിസ്ഫുൽ ഈമാൻ. സബർ എന്താണ്? ഈമാന്റെ പകുതിയാണ്. അല്ലെങ്കിൽ സബർ എന്താണ്? അത് സബറിന്റെ വ്യക്തിക്കുള്ള അജർ അത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് അല്ലെ. അങ്ങനെ ഒരുപാട് അടുക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ പറ്റും. ഖുർആനിനെ പറ്റി പറയുന്ന സമയത്ത് വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക് ഔ അലൈക്, ഒന്നെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് എന്താവാം? നമുക്ക് ഹുജ്ജയാവാം, നമുക്ക് അനുകൂലമായി വന്നേക്കാം. അതും അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് എതിരായിക്കൊണ്ട് വന്നേക്കാം. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഷറഫായിട്ടുള്ള
ഏറ്റവും നാഫി ആയിട്ടുള്ള ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഇൽമ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് എന്താണ്? അത് പരിശുദ്ധ ഖുർആനാണ്. നമ്മളെല്ലാരും ഖുർആനിന്റെ വക്താക്കളാക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു ജുസ് എങ്കിലും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സൂറത്തെങ്കിലും നമ്മളെ ഹൃദയത്തില് ഹിഫ്ളായിട്ടുള്ളവരാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള സൂറ, നമ്മളുടെ ഹിഫ്ള് അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്, എത്രത്തോളം നമ്മളെ ഒരു തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്താന്, അല്ലെങ്കിൽ ഒരു പ്രയാസഘട്ടത്തില് നമുക്ക് ആശ്വാസമായിക്കൊണ്ട്, അതും അല്ലെങ്കിൽ ഒരു സന്തോഷഘട്ടത്തില് നമുക്കൊരു ഒരു ഒരു പിടുത്തമായിക്കൊണ്ട് നമ്മുടെ ഖുർആന് നമുക്ക് മാറുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതാണ് ഒന്നാമത്തെ വിഷയം. നമ്മുടെ അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി, അള്ളാഹുവെ നീ എനിക്ക് എന്ത് ചെയ്യണം, നീ എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് അള്ളാഹുവിനോട് പറയണത്. എങ്ങനെയുള്ളത്? അള്ളാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അള്ളാഹുവെ എനിക്ക് പഠിപ്പിച്ച് തന്നതിനെ കൊണ്ട് എനിക്ക് ഉപകാരം നൽകണമേ. ഇതാണ് ഒന്നാമത്തെ വിഷയം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇവിടെയുള്ള ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ പഠനകാലം, നിങ്ങൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ നമ്മളെ അമൽ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മളെ ഈമാന് അതിനെ കൊണ്ടൊക്കെയും അതിന്റെ ഈമാനിന്റെ ലെവൽ എന്താണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പൊ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഫസ്റ്റത്തെ ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തത് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? വഅല്ലിംനി മാ യൻഫഉനി. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അത്യാവശ്യമാണ് എന്ത്? അഥവാ ഒരു ഇൽമ് ഉണ്ടാവാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരുട്ടിലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇൽമിനെ അള്ളാഹുവെ നീ എനിക്ക് പഠിപ്പിച്ചു തരണേന്ന്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഓ എനിക്ക് പ്രായമായി, അതുകൊണ്ട് കൈയും കാലും നീട്ടിയിരിക്കുക. അല്ലെങ്കിൽ അടുക്കളയില്, പെണ്ണുങ്ങളാണെങ്കിൽ അടുക്കളയില്, ആണുങ്ങളാണെങ്കിൽ അവരുടെ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കലും അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിലൂടെ അർത്ഥാക്കുന്നത് എന്താണ്? നമ്മളെ ഉപകാരപ്രദമായ അറിവുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും തേടേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് പറയാവുന്ന പ്രാർത്ഥനയാണ് എന്ത്? വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി എന്നുള്ള ഭാഗവുമായിട്ട്, അഥവാ എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നുള്ളിടത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവന്റെ ദിവസത്തിന്റെ ആദ്യത്തിലാണ് അത് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ആദ്യത്തിലാണ് അത് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി കാണിച്ചിട്ടുള്ളതെങ്കിൽ, ഇൽമുൻ നാഫിഇന്റെ ഉപകാരപ്രദമായ അറിവിന്റെ ആ ഉപകാരപ്രദമായ അറിവിനെ കൊണ്ട് ജീവിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത് നമ്മുടെ 5-ാമത്തെ റമദാനിൽ തന്നെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഉപകാരപ്രദമായ അറിവ് ഒരിക്കലും നമുക്ക് ഭാരമാവരുത്. ഭാരമായ അറിവ് ഒരിക്കലും നമുക്ക് എന്താവൂല, നമുക്കത് ഭാരം 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 എന്ന് തോന്നേയുള്ളൂ. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ ശുദ്ധിയാക്കുന്ന, നമ്മളെ ഹൃദയത്തെ കഴുകിക്കളയുന്ന, നമ്മുടെ കണ്ണുകളെ നനയിപ്പിക്കുന്നതായി നമ്മളെ സ്വാധീനിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രാർത്ഥന വരുന്ന സമയത്ത് ഇതെന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണല്ലോ. അല്ലെങ്കിൽ ആ ഒരു സ്വഹാബി, ചില പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദിയയായിട്ട് കൊടുക്കുന്നതാണ് തന്റെ പ്രിയപ്പെട്ട സഹചാരിമാർക്ക്. അതുപോലെ സ്വീകരിക്കാൻ നമുക്കും പറ്റേണ്ടതുണ്ട്. നമ്മളും അത്തരത്തിൽ ഒരുങ്ങേണ്ടതുണ്ട്. ഒരു ഇൽമ് കിട്ടിയോ അത് അപ്പൊ തന്നെ പഠിച്ചെടുക്കാനുള്ള ഹിർസ് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രാർത്ഥന അതിന് നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഏതൊരു ദർസുകൾ, ഏതൊരു ഹൽക്കകളിൽ, ഏതൊരു ഇൽമുകൾ നമുക്ക് കിട്ടുമ്പോഴും അള്ളാഹുവിനോട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപകാരപ്രദമല്ലാത്ത അറിവുകൾ അത്രമാത്രം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലാണ്. അഥവാ നാഫിആയ ഇൽമുകൾ
അപ്രതീക്ഷ്യമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഉപകാരം എടുക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും നല്ല സമയങ്ങളിലൊക്കെയും, തശഹുദിന്റെ അവസാനങ്ങളിലൊക്കെയും, അതുപോലെ തന്നെ ദുആഇന് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇൻഫഅനി ബിമാ അല്ലംതനി. അള്ളാഹുവേ, നീ പഠിപ്പിച്ചു തന്നത് എന്താണോ അതിനെ കൊണ്ട് നീ എനിക്ക് ഉപകാരം ചെയ്യണമേ, ഉപകാരം ഉണ്ടാക്കി തരണമേ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജുസ്ഉകൾ, നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളും നമുക്ക് ഉപകാരം ചെയ്യുന്നതായിട്ടുള്ള ഒരു സന്ദർഭം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല അനുചാരി, പിൻഗാമി ആയിക്കൊണ്ട് നമുക്ക് വരാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണത് അല്ലെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. ആ ഖുർആൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അടുത്തത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വഅല്ലിംനീ. അള്ളാഹുവെ, നീ എന്നെ പഠിപ്പിച്ചു നൽകണമേ, പഠിപ്പിക്കണേ. മാ യൻഫഉനി. എനിക്ക് എന്താണോ ഉപകാരപ്രദമായിട്ടുള്ളത് അത് എന്നെ നീ പഠിപ്പിക്കണമേ. വർസുഖ്നി. എനിക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കറിയാലോ റിസ്ക് എന്താന്ന് നമ്മൾ പറഞ്ഞതാണ്. അഥവാ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണോ അതാണ് അവന്റെ റിസ്ക്. ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ റിസ്കുകൾ, ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമ് എന്ന് പറയുന്നത് അവൻക്ക് ഏറ്റവും എന്താ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്കാണ്. അപ്പൊ അള്ളഹാനോട് അടുത്തത് മൂന്നാമതായി പ്രാർത്ഥിക്കുന്നത് എന്താണ്? വർസുഖ്നി ഇൽമൻ യൻതൻഫഉനി ബിഹി. അതിനെ കൊണ്ട് എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നതായ ഇൽമിനെ കൊണ്ട് എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. 4 പ്രാർത്ഥനകൾ പഠിക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക. തശഹുദിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നാഫിയായ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിച്ചതൊക്കെയും അമലാക്കാനും അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസില് ഒരുമിച്ച് കൂട്ടാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകട്ടെ. ഈ പരിശുദ്ധ റമദാനില് ഏറ്റവും നല്ല ആഫിയത്തിനെ നൽകി അഅമാലു സ്വാലിഹാത്തുകൾ കൊയ്തെടുക്കാനുള്ള നല്ല ആഫിയത്തിനെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫസ്അലുല്ലാഹൽ ആഫിയ. اللهم إنا نسألك العافية في الدنيا والآخرة. اللهم اهدنا اللهم اهدنا وارزقنا وارحمنا وعافينا وارزقنا يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.